ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം തിരുത്തൽ പ്രക്രിയ ആരംഭിക്കുമെന്ന് CPIM വ്യക്തമാക്കിയിരുന്നു. CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും യോഗം ചേർന്ന് ഇക്കാര്യം തീരുമാനിക്കുകയും ചെയ്തു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമപ്രവർത്തകരോട് ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തൽ വരുത്തുക എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് UDF വൻ വിജയം നേടിയത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും CPIM വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാതൃഭൂമിക്ക് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് MV ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് ചോദ്യം ഇങ്ങനെയാണ്. MV ഗോവിന്ദനുമായി മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ K രാജേഷ് കുമാർ നടത്തിയ അഭിമുഖമാണ്. മാതൃഭൂമിയുടെ 6-ാം പേജിലാണ് ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2024 ജൂൺ 23 ഞായറാഴ്ചയിലെ ദിനപത്രത്തിൽ. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ലെന്ന് പറയുന്നതിനിടെ കോടികൾ ചെലവിട്ട് നടത്തിയ നവകേരള സദസ്സ് തിരിച്ചടിയായോ? ഇതാണ് രാജേഷ് കുമാർ എന്ന ലേഖകന്റെ ചോദ്യം. ആ ചോദ്യത്തിന് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്ന മറുപടി അത് ഇങ്ങനെയാണ്. നവകേരള സദസ്സ് നല്ല ഗുണം ചെയ്തു. മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഭാഗമായി വലിയൊരു ജനകീയ മുന്നേറ്റമല്ലേ ഉണ്ടായത്. അത് വോട്ടായില്ലെങ്കിൽ 33% വോട്ട് കിട്ടില്ലല്ലോ. ഈ പ്രശ്നങ്ങൾക്കിടയിലും ഇത്രയും ശതമാനം വോട്ട് കിട്ടിയില്ലേ? പക്ഷേ കിട്ടേണ്ടതെല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാണ് ഇനി ഇടപെടേണ്ടത്. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. ഈ ചോദ്യത്തിനുള്ള ആദ്യ ഉത്തരം. നവകേരള സദസ്സ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിൽ ഈ ദൂർത്ത് ആവശ്യമാണോ എന്ന ചോദ്യമാണ് ഉയർത്തിയത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ജനങ്ങളോട് കാര്യം പറയാൻ, ജനങ്ങളെ നേരിട്ട് കാണാൻ നവകേരള സദസ്സ് നടത്തിയത് വിജയകരമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ 33% വോട്ട് കിട്ടിയത് എന്ന് പറയുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. അതിനുശേഷം അടുത്ത പാരഗ്രാഫ് ഉണ്ട്. ഇതേ ചോദ്യത്തിനുള്ള മറുപടി അടുത്ത പാരഗ്രാഫിൽ പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഇങ്ങനെയാണ്. ന്യൂനപക്ഷ പ്രീണനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ല. BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയാണത്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂനപക്ഷ സംരക്ഷണമാണ്. ലോകത്തെവിടെയും അങ്ങനെയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണത്. മതനിരപേക്ഷതയാണ് വേണ്ടത്, മതനിരാസമല്ല എന്ന്. ഇതും പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ CPIMനെതിരെയുള്ള ആരോപണം CPIM മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നാണ്. മുസ്ലിം പ്രീണനം എന്നത് CPIMനെ സംബന്ധിച്ചോളം ശരിയല്ല എന്നും അത്തരമൊരു പ്രീണനം നടത്തിയിട്ടില്ല എന്നും അത് ഇടതുപക്ഷ നയങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമാണ്. വിവിധ പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആ കടന്നാക്രമണം കണ്ടില്ല എന്ന് നടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. അത് വിവിധ വിഷയങ്ങളിൽ ഉയർത്തിപ്പിടിക്കുകയും അത് ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷം. അത് തുടരുക തന്നെ ചെയ്യും എന്നും വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് അടുത്ത ചോദ്യം വരുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വർഗീയത എന്ന്. ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള മറുപടിയാണ് ലേഖകൻ ആരായുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന്. അത് ഇങ്ങനെയാണ്. ഇപ്പോൾ വർഗീയമായി കേരളത്തിൽ 2 ചേരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നത്. ആ മറുപടിയിൽ കേരളത്തിൻ്റെ ഇന്നത്തെ മുസ്ലിം രാഷ്ട്രീയം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് കൃത്യമായും പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. ഇപ്പോൾ വർഗീയമായി 2 ചേരിയാണ്. ഒരു ഇസ്ലാം രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്നവരുൾപ്പെടെയുള്ള SDPIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്ന് മുന്നണിയായി UDF ആകെ പ്രവർത്തിച്ചു എന്ന്. നോക്കണം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഒരു ഇസ്ലാം രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്നവരുൾപ്പെടെയുള്ള SDPIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്ന് മുന്നണിയായി UDF ആകെ പ്രവർത്തിച്ചു എന്ന്. ആരാണ് UDFന്റെ ഘടകകക്ഷികൾ? SDPI ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, വെൽഫെയർ പാർട്ടിയാണ്, മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഒരു വർഗീയ മുന്നണിയായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു മുസ്ലിം വർഗീയ മുന്നണിയായി മാറിയിട്ടുണ്ട്. ആ മുന്നണിയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. UDF എന്ന് പറയുന്ന സംവിധാനമുണ്ട്. UDF എന്ന സംവിധാനം ആകെ മാറിയിരിക്കുന്നു. UDFലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി ഒന്ന് മുസ്ലിം ലീഗാണ്, അതിനുശേഷം RSP ആണ്, അതിനുശേഷം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. RSPയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുമൊക്കെ എന്ത് സ്വാധീനമാണ് കേരളത്തിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം മറ്റൊരു ഘടകകക്ഷി CMP ആണ്. ഈ ഘടകകക്ഷികൾക്കൊന്നും ഒരു സ്വാധീനമില്ല കേരളത്തിൽ. അപ്പോൾ കോൺഗ്രസിന്റെ പ്രധാന ഘടകകക്ഷി ആരാണ്? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനോടൊപ്പം ആരൊക്കെയാണുള്ളത്? SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുണ്ട്. മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് ക്യാമ്പയിൻ നടത്തുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന സംഘടനകളുമായി, മുസ്ലിം സംഘടനകളുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നു എന്ന്. അതിനുശേഷം ആ മുന്നണിക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പേര് കൂടി നൽകുന്നുണ്ട്. UDF എന്ന പേരിന് പകരം വെക്കാവുന്ന ഒരു പേരാണ്. അത് ഇങ്ങനെയാണ്: ന്യൂനപക്ഷ വർഗീയ മുന്നണി.
ന്യൂനപക്ഷ വർഗീയ മുന്നണി. കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം കൂടിയാണത്. കേരളത്തിൽ ഇപ്പോൾ UDF എന്ന സംവിധാനമില്ല. ഇപ്പോൾ കേരളത്തിലുള്ളത് ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ്. അത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ ഉൾപ്പെടെ പ്രശ്നത്തിലാക്കുന്നതാണ്. മറുഭാഗത്ത് BJP കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് വർഗീയവൽക്കരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഭാവിയിൽ വിനയായിരിക്കും. ഗൗരവമുള്ള പ്രശ്നം തുറന്നു കാണിക്കും. ഇതാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് UDF അല്ല. UDFന് പകരം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ്. ന്യൂനപക്ഷ വർഗീയ മുന്നണി. ആ ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ് കേരളത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറുഭാഗത്തോ BJP കുതന്ത്രങ്ങളുമുണ്ട്. BJPയുടെ കുതന്ത്രങ്ങൾ, BJP നടത്തുന്ന നീക്കങ്ങൾ ആരെയാണ് ശക്തിപ്പെടുത്തുന്നത് ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയ മുന്നണി പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് ശക്തിപ്പെടുത്തുന്നത് ആരെയാണ്? BJPയാണ്. BJPക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വർഗീയത എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളുമാണ് എന്ന്. അതുകൊണ്ട് ഈ രണ്ടിനെയും തുറന്നു കാണിക്കാതെ CPIMന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് MP ഗോവിന്ദൻ മാസ്റ്റർ. അതുകൊണ്ട് പ്രധാനമായും ഈ അഭിമുഖത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നം അത് UDF എന്ന സംവിധാനം ഇപ്പോൾ കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു. അത് ന്യൂനപക്ഷ വർഗീയ മുന്നണിയായി മാറിയിരിക്കുന്നു എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പോകുന്നുണ്ട്. അക്കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. EP ജയരാജൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കും. എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. തിരുത്താനാണല്ലോ എല്ലാം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് MP ഗോവിന്ദൻ മാസ്റ്റർ. കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട MP ഗോവിന്ദൻ മാസ്റ്ററോട് ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് അക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞതാണല്ലോ എന്നാണ്. എന്നാൽ ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഇന്റർവ്യൂവിൽ പറയുന്നത് അത് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കാണോ എന്നറിയില്ല. പക്ഷേ ഇന്റർവ്യൂവിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: EP ജയരാജൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കും. എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. തിരുത്താനാണല്ലോ എല്ലാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ EP ജയരാജൻ BJP നേതാക്കളുമായി ചർച്ച നടത്തിയത് ഒരു അടഞ്ഞ അധ്യായമല്ല. അത് വീണ്ടും ചർച്ച ചെയ്യും എന്ന സൂചനയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്നത്. അത് എവിടെ ചെന്നെത്തി നിൽക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ.